മൂക്ക് ഛേദിക്കപ്പെട്ട സ്പ്രിംഗ് പോലുള്ള തലമുടിയുള്ള കറുത്ത തലമുടിയാണ്, സ്പ്രിംഗ് പോലുള്ളതാണ്, പത്തിരി പോലെ പരന്ന മൂക്കാണ്. അങ്ങനെയുള്ള അടിമയാണെങ്കിൽ പോലും മൂക്ക് ഛേദിക്കപ്പെട്ട ചെവി ഛേദിക്കപ്പെട്ട അടിമയാണെങ്കിൽ പോലും നിങ്ങളുടെ അമീറായി വന്ന പ്രധാനമന്ത്രിയായി വന്നാൽ നിങ്ങൾ അദ്ദേഹത്തെ ബഹുമാനിക്കണം. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് അതാണ് ഇസ്ലാമിക ശരീഅത്ത് പഠിപ്പിക്കുന്നത്. അതാണ് ശരീഅത്ത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, രാജ്യത്തെ മനുഷ്യനൊരു പുല്ലുവില കൊടുക്കാതിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഇന്നാരാ അഗതികൾക്ക് ഭക്ഷണം കൊടുത്തത്? ഞാനുണ്ട് നബിയെ, ഞാനുണ്ട്. എന്നിട്ട് മഹാനായ ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പറയുകയാ, അവദു ലൗ കാനതി ദുനിയാ ബിയദി, ഈ ലോകം മുഴുവനും എന്റെ കൈവെള്ളയിൽ വന്ന, കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ എന്റെ കൈവെള്ളയിൽ വന്ന, ലോകം മുഴുവനും എന്റെ ആധിപത്യത്തിന്റെ കാൽച്ചുവട്ടിലോട്ട് കടന്നു വന്ന, ആ ക്യാഷെടുത്ത് ഞാൻ പള്ളി വെക്കുമെന്നല്ല, ആ ക്യാഷെടുത്ത് ഞാൻ സ്ഥാപനങ്ങൾ കെട്ടുമെന്നല്ല. പിന്നെയോ മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പറയുകയാ, ദുനിയാവ് മുഴുവനും എന്റെ കൈവെള്ളയിൽ, എന്റെ പ്രമാണം, അതിന്റെ മുദ്രപത്രം എന്റെ കയ്യിൽ വന്ന, അതെന്റെ കൈവെള്ളയിലാണെന്ന് ലോകം സമ്മതിച്ചിരുന്ന, ആ പൈസ കൊണ്ട് ഞാൻ ചെയ്യുന്നത് എന്താണെന്നറിയോ? വിശന്നവന് ഞാൻ ഭക്ഷണം കൊടുക്കുമെന്ന്. ഒരു ഭക്ഷണം ഹറാമായി പോയതിന്റെ പേരില് നടന്ന് പൊരുത്തം ചോദിച്ച് അവസാന സൂഫിയായ ജീവിതം നയിക്കുന്ന കണ്ടപ്പോ എന്റെ പൊന്നോളെ കല്യാണം കഴിച്ചു കൊടുത്ത് ഇപ്പൊ നല്ല മനുഷ്യനാണോ? ഒരു പുഴയിലൂടെ ഒഴുകി വന്ന ആ ആപ്പിളമരം, ആ ആപ്പിളിന്റെ ആ കായെടുത്ത് തിന്നതിന്റെ വിശപ്പിന്റെ കാഠിന്യത്താ ഈ ആപ്പിള് പടച്ചവരെ എവിടെന്ന് വന്നതാണ്? ആപ്പിളമരം കണ്ടെത്തിയിട്ട് ആ വീടിന്റെ മുതലാളിയോട് ചെന്നിട്ട്, ഞാൻ നിങ്ങളുടെ ആപ്പിളമരം കഴിച്ചു പോയെന്ന് പറഞ്ഞപ്പോ, പോട്ടെ പ്രശ്നമല്ല, ഇല്ല നിങ്ങൾ പൊരുത്തപ്പെട്ടെന്ന് പറയണമെന്ന് പറഞ്ഞു. അവസാനം പറ്റൂല, ഇത്ര നാള് ജോലി ചെയ്താല് പൊരുത്തം തരാമെന്ന് പറഞ്ഞ് അത്രയും നാള് ജോലി ചെയ്ത് പൊരുത്തം വാങ്ങി ഇപ്പൊ നല്ല മനുഷ്യനാണോ എന്ന് ചിന്തിച്ചുകൊണ്ട് തന്റെ പൊന്നുമോളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്ത്, ആ പൊന്നുമോളെ വിവാഹം കഴിപ്പിച്ചു കൊടുത്ത് ആ ദാമ്പത്യ ജീവിതത്തില് പുറം ലോകത്തോട്ട് കാലെടുത്ത് വെച്ച് മുഴുവനും മശായിഖുമാരുടെയും ശൈഖായി വാളരുളിയ ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി മാനവറുകൾ പറയുകയാണ്, ലോകം മുഴുവനും എന്റെ കയ്യിൽ വന്ന, ഞാൻ ഇവിടുത്തെ ന്യൂനപക്ഷത്തെ അടിക്കുമെന്നല്ല, ഇവിടുത്തെ കാഫിറുകളെ അടിച്ച് ഒതുക്കുമെന്നല്ല, അവരെ കൊണ്ട് ഞാൻ സൂര്യ നമസ്കാരം നടത്തിക്കുമെന്നല്ല, അവരെ കൊണ്ട് ഞാൻ ഇങ്ങനെ പറയിപ്പിക്കുമെന്നല്ല. പിന്നെയോ ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പറഞ്ഞത്, ഈ പൈസ കൊണ്ട് ഞാൻ ചെയ്യുന്നതെന്താണ്? മുതലാളിമാരുടെ മുന്നിൽ കൊണ്ടുവന്ന് ഞാൻ എന്റെ കോടിക്കണക്കിന് രൂപ വെച്ചു കൊടുത്തിട്ട് അവരുടെ ഓച്ചാരത്തിൽ ഞാൻ നിൽക്കുമെന്നല്ല പറഞ്ഞത്. പിന്നെയോ വിശന്നവന് ഞാൻ ഭക്ഷണം കൊടുക്കുമെന്ന് ലോകത്തിന്റെ ശൈഖേ മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പറയാണ്, ലോകം മുഴുവനും എന്റെ കാൽ ചുവട്ടി വന്നാൽ ഞാൻ അതുകൊണ്ട് പള്ളി പണിയൊന്നോ മദ്രസ പണിയൊന്നോ പുരമയൊന്നോ പെണ്ണുങ്ങളെ കെട്ടിക്കൊന്നൊന്നുമില്ല, മറിച്ച് വിശക്കുന്നവര് ഭക്ഷണം കൊടുക്കും. അതല്ലേ വലുത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് ഭക്ഷണം കൊടുത്തവരാരുണ്ട്? സുബൈ സമയത്താ ചോദിക്കുന്നേ, അള്ളാഹുവിന്റെ റസൂലിന് മുമ്പിൽ എഴുന്നേറ്റുകൊണ്ട് ഞാനുണ്ട് നബി എന്ന് പറഞ്ഞു. അള്ളാഹു നമുക്ക് മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുത്ത്, ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ ഭാഗങ്ങളിൽ ഞാൻ പ്രസംഗിക്കുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ അനുമാനിക്കാണ്. അമുസ്ലിം സഹോദരങ്ങൾ, നല്ലവരായ അമുസ്ലിം സഹോദരങ്ങളുടെ ക്ഷേത്രങ്ങളുടെ പരിപാടി പരിശോധിച്ചു നോക്കി. അവിടെ പരിപാടികൾക്കൊക്കെ അവര് ക്ഷേത്ര ചടങ്ങുകളുടെ കൂട്ടത്തിൽ അവർ ഏറ്റവും വലിയ ആരാധനയായിട്ട് കാണുന്ന ചെണ്ടമേളമല്ല, പിന്നെയോ എന്താണ്? അന്നദാനം. വർക്കല ഞാൻ പറഞ്ഞില്ലേ, അന്നദാനമാണ്. അവർ മുഖ്യ ആരാധനയായിട്ട് അവർ കാണുന്ന അന്നദാനമാണ്. എന്തുകൊണ്ടാണ്? അവരുടെ പ്രമാണങ്ങൾ, അവരുടെ പുരാണങ്ങൾ മുഴുവനും അഥർവവേദമാകട്ടെ, യജുർവേദമാകട്ടെ, മനുസ്മൃതിയാകട്ടെ, ഭഗവത്ഗീതയാകട്ടെ, ഏതാണെങ്കിൽ പോലും അതെല്ലാം അവരെ പഠിപ്പിക്കുന്നത് പട്ടിണി കിടക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നതിന്റെ പുണ്യം വലുതാണ് എന്നാണ്. ഗജതരംഗ സഹസ്രമോ ഗോകുലമോ
കൊടിദാന ഘനകരചിത പാത്രം മേദിനി സാഗരാന്തം ഉദയവിളക്കു ശുദ്ധം കോടി കന്യാ പ്രധാന നെഹി നെഹി ബഹുദാനം അന്നദാന സമാനം. ഹൈന്ദവ പുരാണങ്ങൾ പഠിപ്പിക്കുന്നതാണ് ഗജതരംഗ സഹസ്രം ഗോകുലം കൊടിദാനം. 1000 ആനകളും 1000 കുതിരകളും 1 കോടി പശുക്കളും. ഉദയകുല വിശുദ്ധം കോടി കന്യാ പ്രധാനം. ഉന്നത കുലജാതരായ ആരുടെയും ദർശന സ്പർശന വിധേയമാകാത്ത 1 കോടി പെണ്ണുങ്ങൾ. കനകരചിത പാത്രം മേദിനി സാഗരാന്തം. കനകരചിത പാത്രം, ഒരുപാട് സ്വർണ്ണപാത്രങ്ങൾ കണക്കില്ല. മേദിനി സാഗരാന്തം, സമുദ്രത്തോളം ഭൂമി. ചില്ലറയാണോ ഇത്രയും കിട്ടിയ? അല്ലാഹുവേ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. 1 കോടി പെണ്ണുങ്ങൾ, 1 കോടി പശുക്കൾ, 1000 കുതിരകൾ, 1000 ആനകൾ, ഒത്തിരി സ്വർണ്ണപാത്രം, സമുദ്രത്തോളം ഭൂമി. ചിന്തിക്കാൻ കഴിയുന്നില്ല. ഇതെല്ലാം കൂടി ഒരാൾക്ക് കൊടുക്കുകയാണ്. എന്നാൽ നെഹി നെഹി ബഹുദാനം അന്നദാന സമാനം. വിശന്ന് വരുന്ന സമയത്ത് നട്ടുച്ച നേരത്ത് പച്ചരി ചോറിൽ പച്ചമുളക് ചമ്മന്തി അരച്ച് പച്ചവെള്ളവും കൂടി വാഴകല വെട്ടിയിട്ട് ഉച്ചഭക്ഷണം കൊടുക്കുന്നത് കിട്ടുന്ന പുണ്യം നേരത്തെ പറഞ്ഞതിന് കിട്ടില്ല എന്ന് ഹൈന്ദവ പുരാണങ്ങൾ പഠിപ്പിക്കുകയാണ്. ചില്ലറ കൂലിയാണോ? ചില്ലറ കൂലിയാണോ? അള്ളാഹുവിന്റെ ദീനിനെ കളങ്കപ്പെടുത്തുന്നവൻ ആരാണ്? അള്ളാന്റെ നമ്മൾ പറയുമല്ലോ, പടച്ചോന്റെ ദീനിനെ പറയിപ്പിച്ചയാണെന്ന് പറയുമല്ലോ. അവൻ അല്ലെങ്കിൽ ഈ മുസ്ലിങ്ങളെ പറയിപ്പിച്ചവൻ എന്ന് പറയുമല്ലോ. ആരാ പറയിപ്പിച്ചവൻ? ആരാണ് മുസ്ലിമിനെ പറയിപ്പിച്ചവൻ? എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് വിശദീകരണങ്ങൾ അർഹിക്കുന്ന വിഷയമാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനിനെ പറയിപ്പിച്ചവൻ ആരെന്നറിയോ? വീട്ടിൽ വന്നിട്ട് ഒരാൾ ചോദിച്ചു, താത്താ ഇന്ന് എനിക്ക് ഗസ്റ്റ് ഉണ്ട്, വലിയ ചെറിയ പാത്രങ്ങളേ ഉള്ളൂ, ഒരു വലിയ പാത്രം തന്നെ ഇറച്ചി വെക്കാനാ ഉള്ളതിൽ ചെറിയ പാത്രം, ആള് കൂടുതലാണ്. ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യുക? ഇരിക്കുന്ന പാത്രത്തെ ഒരൊറ്റ അടിയൻ അത് നേരെ ഇങ്ങോട്ട് പോകും, അകത്തോട്ട് കയറും. എന്നിട്ട് പറയും, അള്ളാഹുവേ അതുണ്ടായിരുന്ന അനിയത്തിയും കുട്ടി ഇന്നലെ വന്നപ്പോ കൊണ്ടുപോയി, കൊടുത്തില്ല. അള്ളാഹുവിന്റെ ദീനിനെ പറയിപ്പിക്കുന്നവൾ എവളാണെന്ന് പരിശുദ്ധ ഖുർആൻ. നരകം എവൾക്കാണ്? ആർക്ക്? തൊട്ടപ്പുറത്ത് ഈ ഉദാഹരണം മുഫസ്സിരീങ്ങൾ പറഞ്ഞത് സൂചിയാണ്. ഞാൻ അത്രത്തോളം താഴ്ന്നു പറയുന്നില്ല. ഒരാള് വന്നിട്ട് ചോദിക്കാണ്, എന്റെ ചാർജ് തീർന്നു പോയി, ഒന്ന് ചാർജ് തരുമോ? എന്റെ ചാർജ് എന്താന്ന് ഇന്നലെ ഒരു ചാർജ് കയറുന്നില്ല, കൊടുക്കാനൊരു മടി. നിനക്ക് നരകമാണെന്ന് പരിശുദ്ധ ഖുർആൻ. പിന്നെ ബുഖാരിയ മുസ്ലിമാരെ ചോദിക്കണ്ടല്ലോ ഖുർആനായ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് മനസ്സിലാക്കിക്കോളി, മറ്റുള്ളവന് ഒരു സാധനം കൊടുക്കാത്തവൻ ഇസ്ലാമിനെ പറയിപ്പിക്കുന്നവനാണെന്ന് ഖുർആൻ. ഇതിനപ്പുറം എന്ത് വ്യാഖ്യാനമാ കൊടുക്കുക? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാവപ്പെട്ടവന്റെ വിശപ്പ് മാറ്റിക്കൊടുത്താൽ, ഞാൻ ചുരുക്കി പറയുകയാണ്, പാവപ്പെട്ടവന്റെ വിശപ്പൊന്ന് മാറ്റിക്കൊടുത്താൽ എന്താണ് അല്ലാഹു നമുക്ക് തരുന്നതെന്നറിയുമോ? എന്താണല്ല തരുന്നതെന്നറിയോ? മദീന പള്ളിയിലെ ഇശാ നമസ്കാരം കഴിഞ്ഞ് പൊന്നാര നബി തങ്ങളുടെ സഹാബത്തിനോട് ധീരമായ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഒരാൾ വന്നിട്ട് നബിയോട് സലാം ചൊല്ലുകയാ. അദ്ദേഹം വിദേശിയാണ്, നാട്ടുകാരനല്ല. അദ്ദേഹത്തിന് മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്, വിശപ്പ് അദ്ദേഹത്തിന് കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. പാവപ്പെട്ട അദ്ദേഹം വിശന്ന് പൊരിഞ്ഞിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തിന്റെ വിശപ്പൊന്ന് മാറ്റിക്കൊടുക്കാൻ ചെയ്തതെന്തെന്നറിയുമോ? തന്റെ അടുത്ത് താമസിക്കുന്ന ഭാര്യയുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. അവിടെ ചെന്നപ്പോ തോൽപാത്രം മാത്രമാണ്, ഒന്നുമില്ല. അടുത്ത ഭാര്യ എടുത്തു പോയപ്പോൾ മറിച്ചല്ല, അവിടെയും ഭക്ഷണമൊന്നുമില്ല. അങ്ങനെ അവിടെയുള്ള ഭാര്യമാരുടെ വീട് മുഴുവൻ കയറിറങ്ങിയിട്ടൊന്നുമില്ല. അദ്ദേഹം നേരെ റസൂലുള്ളാഹിന്റെ മുന്നിലോട്ട് കടന്നു വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ ആ സഹോദരന്റെ കൈ പിടിച്ചിട്ട് ചോദിക്കുകയാ, ഇന്നാരായി ഇദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കുന്നത്? ഇന്നാരായി ഇദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കുന്നത്? ആ സമയത്ത് പ്രിയപ്പെട്ടവരെ ചാടി എണീറ്റുകൊണ്ട് മഹാനായ അബൂ തുൽഹ റളിയല്ലാഹു അൻഹു പറയുകയാ, അബൂ തുൽഹ എന്നവര് പറയുകയാ, ഞാനുണ്ട് നബിയേ, ഞാൻ ഭക്ഷണം കൊടുത്തുകൊള്ള. വീട്ടിൽ എന്തുണ്ടെന്ന് ചോദിച്ചിട്ടില്ല, വീട്ടിൽ വല്ലതും കാണുമോ അറിയില്ല. കാരണം വീട്ടിൽ ഇന്നലെയും പട്ടിണിയാണ്. വീട്ടിൽ കൊണ്ടു ചെന്നാൽ എന്താ ചെയ്യുക? പക്ഷെ ഒന്നവർക്കറിയാ, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പള്ളിയിൽ നിന്ന് ഒരാളെ വിളിച്ചുകൊണ്ട് വന്ന വീട്ടുകാരിയായ ഭാര്യ ഒരക്ഷരം മിണ്ടൂല. ഈ കല്ലമ്പലവും പുരുശ്ശേരിമുക്കും പാവല്ലയും കുടവൂരും മണവൂരും ഇവിടെയുള്ള
സ്ഥലങ്ങള്, കാട്ടുചന്തയും അടക്കമുള്ള സ്ഥലങ്ങള്, പോങ്ങനാടക്കമുള്ള സ്ഥലങ്ങള്, അൽഹംദുലില്ലാഹ് ആലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത് വളർന്ന ആ ആലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത് വളർന്ന ഉമ്മമാരാണ്. അതൊരുപാട് ഞാൻ കഴിച്ചിട്ടുമുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അഭിമാനത്തോടെ അല്ല അഹങ്കാരത്തോടെ പറയുകയാ, വീട്ടിലെ ഭാര്യ എന്താ പറയുന്നത് ചിന്തിച്ചിട്ടില്ല. പക്ഷെ റസൂലുള്ളാഹിന്റെ കയ്യിൽ നിന്ന് ആ സഹോദരന്റെ കൈ പിടിച്ചിട്ട് അങ്ങോട്ടുള്ള വീട്ടിലേക്ക് ചെല്ലുകയാ. എന്നിട്ട് ഓടിയാകെ അടുത്തേക്ക് ചെന്ന് ഭാര്യയോട് ചോദിക്കുന്ന, പെണ്ണെ ഇന്ന് എന്താ കഴിക്കാനുള്ളത്? ആ സമയത്ത് മഹദി പറഞ്ഞെന്നറിയോ, അല്ലയോ അബൂതുൽഹ, കഴിക്കാൻ നമുക്കൊന്നുമില്ല, നമ്മുടെ പൊന്നുമക്കൾക്ക് കഴിക്കാൻ മാത്രമേ ഭക്ഷണമുള്ളൂ. ഇന്ന് നിങ്ങൾ എന്താ ചോദിച്ചത്? പട്ടിണി കിടത്തൂടെ, പട്ടിണി കിടന്നൂടെ, ഇന്നലെയും പട്ടിണിയല്ലേ, നാളെയും പട്ടിണിയല്ലേ, അതുകൊണ്ട് ഇന്നെന്താ ചോദിച്ചതെന്ന് ചോദിക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞതെന്താണ്? ഇന്ന് റസൂലുള്ളാഹിന്റെ മദീനത്തുൽ നബവിയിൽ അതിഥിയായി വന്ന ഒരു സഹോദരന്റെ വീടറിയില്ല, പേരറിയില്ല, നാടറിയില്ല, അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കാൻ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാ. ആ സമയത്ത് ഭാര്യ എന്താ പറഞ്ഞെന്നറിയോ? ഇങ്ങനെയുള്ള ഭാര്യമാരാ നമുക്ക് വേണ്ടത്, ഇങ്ങനെയുള്ള ഭാര്യമാരായി നമ്മുടെ ഭാര്യമാര് മാറട്ടെ. ആ ഭാര്യ പറഞ്ഞത് എന്തെന്നറിയോ? നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ സങ്കടപ്പെടണ്ട, നമ്മുടെ പൊന്നുമക്കളെ ഞാൻ എന്തെങ്കിലും പറഞ്ഞു ഉറക്കിക്കൊള്ളാം, ഞങ്ങളുടെ പൊന്നുമക്കളെ എന്തെങ്കിലും പറഞ്ഞ് ഞാൻ ഉറക്കിക്കൊള്ളാം, അതുകൊണ്ട് വിളിച്ചിരുത്തുക എന്ന് പറഞ്ഞു. ആ സമയത്ത് ഭർത്താവ് ഒരു ആശങ്ക അറിയിച്ചു. നാദികളായി വരുന്നവരെ ഒരുമിച്ചിരുന്നല്ലേ ഭക്ഷണം കഴിക്കേണ്ടത്. അദ്ദേഹത്തിനോടൊപ്പം നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ നമ്മുടെ പ്ലേറ്റ് വെറും പ്ലേറ്റ് അല്ലേ, നമ്മുടെ പാത്രം കാലി പാത്രമല്ലേ, പിന്നെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോ ഭാര്യ പറഞ്ഞെന്തറിയോ? അല്ലയോ പ്രിയപ്പെട്ടവരെ, എന്തു ചെയ്യാ? ഒരു കാര്യം ചെയ്യാ, എണ്ണ അല്പ കുറവാണ്, എണ്ണ കുറവാണ്, നമുക്കൊന്ന് വിളക്കെന്ന് കെടുത്തി വെച്ചാലോ? ഭർത്താവ് പറഞ്ഞു പറ്റൂല, ഒരു കാര്യം ചെയ്യാ, നീ ഭക്ഷണം കൊണ്ട് വെച്ചിട്ട് അദ്ദേഹം കഴിക്കാതിരിക്കുമ്പോ പാത്രവും കൊണ്ട് നമുക്ക് കൂടി ഒന്ന് അടുത്തിരിക്കാം, എന്നിട്ട് വിളക്ക് ശരിയാക്കുമ്പോൾ ശരിപ്പെടുത്തുമ്പോൾ നീ എന്നെ കെടുത്തി കളഞ്ഞാ മതിയെന്ന് പറഞ്ഞു. പൊന്നുമക്കളെ എന്തോ പറഞ്ഞു ഉറക്കിയിരിക്കുകയാണ്. എന്നിട്ട് പാത്രം എടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ മുമ്പിലോട്ട് കടന്നു വന്നു. ഭാര്യയും ഭർത്താവും മുന്നിരുന്നു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അദ്ദേഹത്തിന് കിട്ടിയ ഭക്ഷണം ആർത്തിയോടെ കഴിക്കാൻ വേണ്ടി കൈയിടുന്ന സമയത്ത് വിളക്ക് ശരിപ്പെടുത്തുമ്പോൾ ഭാര്യ വിളക്കങ്ങ് കെടുത്തിക്കളഞ്ഞു. മനോഹരമായി ഭക്ഷണം അങ്ങ് കഴിച്ചു. അദ്ദേഹം അൽഹംദുലില്ലാഹ്, അദ്ദേഹം അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് എഴുന്നേറ്റപ്പോൾ 10 പേർ തിന്നുന്ന ഭക്ഷണം കഴിച്ച വയറ് വീർത്ത ആ ഒരു പ്രതീതിയാണ് അബൂതുൽഹയ്ക്കും ഭാര്യയ്ക്കും വന്നത്. സഹോദരങ്ങളെ, സമയം കഴിഞ്ഞു. അതിലെ വീട്ടിൽ നിന്ന് പോയി അന്നവരെ മുണ്ടിറുക്കി കൊടുത്തിട്ട് പാതിരാത്രി പട്ടിണി കിടക്കുകയാണ്. പട്ടിണി പുത്തരിയല്ല, പട്ടിണി ഒന്നാമത്തെ വട്ടമല്ല, പട്ടിണി പലവട്ടം വന്നത, പട്ടിണി പ്രശ്നമല്ല, പട്ടിണി പാടട്ടായി കണ്ടു, പട്ടിണി പട്ടിണി ഒരിക്കലും അവിടെ പ്രതിസന്ധികളായി കണ്ടില്ല. അവരെ കടന്നുറങ്ങിയിട്ട് സുബഹിന്റെ ബാങ്ക് കേട്ടപ്പോൾ മദീന പള്ളികൾ ചെന്ന് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്ന പൊന്നാര നബിതങ്ങളെ പിന്നിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് പ്രിയപ്പെട്ട റസൂലുള്ളാഹിന്റെ മുമ്പിൽ ഒന്ന് സലാം പറഞ്ഞിട്ട് പോകാൻ വേണ്ടി വരുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബിതങ്ങൾ പറയുകയാണ്, അബൂതുൽഹ, ഇന്നലത്തെ പാതിരാത്രി നിന്റെ ഇബാദത്ത് അല്ലാഹു സ്വീകരിച്ചു, റബ്ബ് സ്വീകരിച്ചു, അല്ലാഹു വലിയ സ്നേഹമാ നിന്നോടുള്ളതെന്ന് പറഞ്ഞ് മഹാനായ അബൂതുൽഹ റളിയല്ലാഹു തആല അൻഹുവിന് അല്ലാഹുവിന്റെ റസൂൽ പാതിരാത്രി ഇറങ്ങിയ ആയത്തോടെ കേൾപ്പിച്ചു കൊടുക്കുകയാണ്. വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. സൂറത്തുൽ ഹശ്റും എടുക്കുമോ? നിങ്ങളെ വീട്ടിൽ ചെന്ന സൂറത്തുൽ ഹശ്റും എടുക്കുമോ? അതുസമയ എന്ന് തുടങ്ങുന്ന സൂറത്ത് കഴിഞ്ഞുള്ള ഹശ്ർ എടുക്കുമോ? എന്നിട്ട് നീ ഒന്ന് ഓടി നോക്കുമോ? വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. അവരുടെ ആഗ്രഹമുണ്ടായിരിക്കവേ മറ്റുള്ളവർക്ക് മുൻഗണന കൊടുത്തവര് അല്ലാഹു ഇഷ്ടപ്പെട്ടവരാണ് എന്ന ആയത്ത് അബൂതുൽഹയ്ക്ക് വേണ്ടി
വേണ്ടി അല്ല ഇറക്കി കൊടുത്തെങ്കിൽ എന്റെ സഹോദരങ്ങളെ പട്ടിണി കിടക്കാൻ പാടില്ല. ഇവിടെ ഒരു വീട്ടിൽ നിന്ന് പട്ടിണി കിടന്നിട്ട് ന്യൂഡൽഹിയിൽ മരണപ്പെട്ടു പോയ 8-3 വയസ്സുള്ള പൊന്നുമക്കള് ദാരിദ്ര്യ കാരണമാണ് പുഴുവരിച്ച മക്കളെ കളഞ്ഞിട്ട് പോയതെങ്കിൽ ഇല്ല, മുസ്ലിമെന്ന് നോക്കണ്ട. അമുസ്ലിമാണോ മനുഷ്യനാണോ മൃഗമാണോ? നിങ്ങളെ വീട്ടിലെ ഭക്ഷണത്തിൽ നിന്ന് ഒരു വിഹിതം മറ്റുള്ളവർക്ക് മാറ്റിവെച്ച് കഴിഞ്ഞ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ആരാ പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തത്? ഞാൻ